ചാന്ദ്രദിന പതിപ്പ്. ഉള്ളടക്കം: ആമുഖം, ചാന്ദ്രദിനക്കുറിപ്പ്, ചന്ദ്രനിൽ എത്തിയ മൂവർ സംഘം, ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം, ചന്ദ്രയാൻ 3, ചാന്ദ്ര പര്യവേഷണങ്ങൾ, ചന്ദ്രോപരിതലം, പഴഞ്ചൊല്ലുകൾ. ആമുഖം: ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഏകദേശം 3,82,500 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യൻ കാൽ കുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ജൂലൈ 21 ചാന്ദ്രദിനം ആഘോഷിക്കുന്നത്. ജ്യോതിശാസ്ത്ര പഠനം, ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പ്രാധാന്യം എന്നിവ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. ചാന്ദ്രദിനക്കുറിപ്പ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാൽ കുത്തിയത് 1969 ജൂലൈ 21 ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ആ സ്ഥലത്തിന് പ്രശാന്തിയുടെ സമുദ്രം എന്ന് പേരിട്ടത്. ഇവിടെ ഭൂഗർഭത്തിൽ നിന്നുള്ള മനുഷ്യർ ചന്ദ്രനിൽ ആദ്യമായി കാൽകുത്തി 1969 ജൂലൈ സമസ്ത മാനവർക്കുമായി സമാധാനപരമായി എത്തിച്ചേർന്നു എന്നെഴുതി മൂവരും ഒപ്പുവെച്ചു. ചന്ദ്രനിൽ നിന്നും പാറക്കഷ്ണങ്ങളും മറ്റും എടുത്താണ് അവർ തിരിച്ചു ഭൂമിയിലേക്ക് യാത്ര ചെയ്തത്. ഈ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ചാന്ദ്രദിനം ആഘോഷിക്കുന്നത്. മാനവരാശിക്ക് തന്നെ വലിയ കുതിച്ചുചാട്ടമായി കരുതപ്പെടുന്ന ഈ സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായി 1971 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ജൂലൈ 20 ദേശീയ ചാന്ദ്രദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. ചന്ദ്രനിൽ എത്തിയ മൂവർ സംഘം. ചന്ദ്രനിൽ ആദ്യമായി കാൽകുത്തിയത് 1969 ജൂലൈ 20 അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ് ആണ്. രണ്ടാമതായി കാൽകുത്തിയത് എഡ്വിൻ ആൽഡ്രിൻ, മൂന്നാമത്തെയാൾ മൈക്കൽ കോളിൻസ്. അപ്പോളോ 11 മൂവർ സംഘം യാത്ര ചെയ്തത്. ജൂലൈ 21 അവർ ചന്ദ്രനിൽ ഇറങ്ങിയത്. 21 മണിക്കൂർ അവിടെ അവർ ചിലവഴിച്ചു. പേടകത്തിന് പുറത്ത് 2 മണിക്കൂറും. ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം. ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ 3. ഇന്ത്യയുടെ 1ാമത്തെ ചാന്ദ്രദൗത്യം ചന്ദ്രയാൻ 1ൻ്റെയും ചന്ദ്രയാൻ 2ൻ്റെയും പോരായ്മകൾ പരിഗണിച്ചാണ് ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിങ്ങിലൂടെ ചന്ദ്രനിൽ എത്തിച്ചേർന്നത്. അങ്ങനെ ചന്ദ്രനിൽ തൊട്ട 4ാമത്തെ രാജ്യം എന്ന ബഹുമതി ഇന്ത്യക്ക് ലഭിച്ചു. ചന്ദ്രയാൻ 3. 2023 ജൂലൈ 14 ആന്ധ്രാപ്രദേശിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും ഇന്ത്യൻ സമയം 2:35 ചന്ദ്രയാൻ 3 വിജയകരമായി വിക്ഷേപിച്ചത്. പ്രൊപ്പൽഷൻ മൊഡ്യൂൾ, ലാൻഡർ മൊഡ്യൂൾ എന്നീ 2 മൊഡ്യൂളുകളും ചന്ദ്രയാൻ 3 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിക്രം എന്ന പേരിട്ടിരിക്കുന്ന ലോഞ്ചർ മൊഡ്യൂളിൻ്റെ ഭാരം 1852 കിലോഗ്രാമാണ്. ഇതിൽ 26 കിലോഗ്രാം ഭാരമുള്ള പ്രഗ്യാൻ എന്ന റോവറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 41 ദിവസങ്ങൾക്ക് ശേഷം 2023 ഓഗസ്റ്റ് 23 വൈകിട്ട് 6:04 ചന്ദ്രയാൻ 3 വിജയകരമായി ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങി. അങ്ങനെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങിയ 1ാമത്തെ രാജ്യം ഇന്ത്യയായി മാറി. 14 ഭൗമദിനങ്ങളാണ് ചന്ദ്രയാൻ 3ൻ്റെ പ്രധാന ലക്ഷ്യം. ഓഗസ്റ്റ് 30 റോവർ LIBS എന്ന സാങ്കേതിക വിദ്യയിലൂടെ ചന്ദ്രനിൽ സൾഫറിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ചാന്ദ്ര പര്യവേഷണങ്ങൾ. ഗലീലിയോ ഗലീലി എന്ന ശാസ്ത്രജ്ഞനാണ് ദൂരദർശിനി ഉപയോഗിച്ച് ചന്ദ്രനിലെ പർവ്വതങ്ങളും ഗർത്തങ്ങളും ആദ്യമായി കണ്ടുപിടിച്ചത്. 1959 സോവിയറ്റ് യൂണിയൻ്റെ ശൂന്യാകാശ വാഹനമായ ലൂണ 2 ചന്ദ്ര ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങിയതോടുകൂടി ചാന്ദ്ര സ്വപ്നങ്ങൾക്ക് തുടക്കമായി. അമേരിക്കയുടെ ശൂന്യാകാശ ദൗത്യമായ അപ്പോളോ 1 തീരാ ദുരന്തമായിരുന്നു. പേടകത്തിന് തീപിടിച്ച് 3 യാത്രക്കാരും മരണപ്പെട്ടു.
എന്നാൽ അപ്പോളോ 4 മുതലുള്ള പരീക്ഷണങ്ങൾ വിജയകരമായി തീർന്നു. അങ്ങനെ അപ്പോളോ 11 നീൽ ആംസ്ട്രോങ് മറ്റും ചന്ദ്രനിൽ എത്തിച്ചേർന്നത്. ചന്ദ്രോപരിതലം. ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ചന്ദ്രൻ സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ചന്ദ്രൻ്റെ ഒരു വശം മാത്രമേ നമുക്ക് എല്ലായ്പ്പോഴും കാണാൻ സാധിക്കുകയുള്ളൂ. മുന്നത്തേക്കാൾ ഭ്രമണം കുറഞ്ഞ അവസ്ഥയിലാണ് ചന്ദ്രൻ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ 59% മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ, ഉൽക്കകൾ എന്നിവ മൂലമുണ്ടാക്കുന്ന ഗർത്തങ്ങൾ നിറഞ്ഞതാണ് ചന്ദ്രൻ്റെ ഉപരിതലം. ചന്ദ്രൻ്റെ പുറംതോടിന് മുകളിലായി ഒരു പുതുപ്പ് പോലുള്ള ആവരണത്തിനാണ് റിഗോലിത്ത് എന്ന് പറയപ്പെടുന്നത്. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന തെളിഞ്ഞ ഭാഗങ്ങളെ ടെറെ എന്ന് വിളിക്കുന്നു. കറുത്ത ഭാഗങ്ങളെ മരിയ എന്ന് വിളിക്കുന്നു. ലാറ്റിനിൽ കടലുകൾ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. പഴഞ്ചൊല്ലുകൾ. നിലാവ് കണ്ട കുറുക്കനെ പോലെ, ചന്ദ്രനെ കണ്ട് പട്ടി കുരയ്ക്കും പോലെ, നിലാവത്തിറക്കിയ കോഴിയെപ്പോലെ, നിലാവ് കണ്ട പൂച്ച നക്കും പോലെ, നിലാവ് കെടുവോളം പന്നി നിൽക്കില്ല, ചന്ദ്രനെ പിടിക്കാൻ കൈ പൊക്കുകയോ, ചന്ദ്രൻ്റെ നേരെ നായ കുരിച്ചിട്ടെന്താ, അമ്പിളിമാമനെ കാണാൻ അമ്പലത്തിൽ പോണോ, നിലാവെളിച്ചത്ത് എലി പായും പോലെ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.